ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യൂ ഇയർ ആണ്. അതെ, നമ്മൾ ഈ വർഷത്തെ ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഈ ഡേ ഇൻ ലൈഫ് ഞാൻ ശനിയാഴ്ച പ്ലാൻ ചെയ്തിരുന്നു. ശനിയാഴ്ച നടന്നില്ല, ഞായറാഴ്ച നടന്നില്ല. ഇന്നലെ പിന്നെ എനിക്ക് മഞ്ചേരി ഹോസ്പിറ്റലിൽ പോകേണ്ടിയിരുന്നു. പിന്നെ ഒരു ഇതും കൂടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് നടക്കില്ല തോന്നുന്നു. പറ്റെങ്കിൽ ഞാനിടും, വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാലേ ഞാനെൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോവുക. അപ്പോൾ ഇതാ സുധിയാട്ടതാ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. പിന്നെ ഇന്ന് ചായക്ക് കടി പുട്ടും ചെറുപയറും കറിയാണ്. അപ്പോൾ ഞാൻ ഇന്നൊക്കെ പണികളൊക്കെ ഇന്ന് രാവിലെ തന്നെ അടിയും തുടയൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ തിരുമ്പാളൊക്കെ പിന്നെ വാഷിംഗ് മെഷീനിലിടണം. അങ്ങനെ ഇതാ പിന്നെ രാവിലത്തെ പാട്ട് ഞാൻ ഓഫ് ചെയ്താട്ടോ. ഞാൻ 6 മണിക്ക് നെച്ചിട്ട് അപ്പം തൊട്ടിട്ട് ഇതാ സമയം 8:15 കഴിഞ്ഞു. അതുവരെ പാട്ട് തന്നെ ചെയ്യുന്നു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്താണ്. അപ്പോൾ നമുക്ക് അടുക്കളത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പുട്ടും ചെറുപയർ കറിയാണ്. ചെറുപയർ കറി അതവിടെ ആയിക്കൊണ്ടിരിക്കണു, പുട്ട് അത് ആയിക്കൊണ്ടിരിക്കണു. അപ്പം ഇനി ഇത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. കറി ഇതാ ഞാൻ തേങ്ങ ഒക്കെ അരച്ചിട്ട് ഇത് തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പുട്ട് ഇതാ ആവി വന്നിട്ടില്ല കേട്ടോ. അടിയിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടാവും, മുകളിലേക്ക് ഇതാ എത്തണുള്ളൂ കേട്ടോ. അതാ മുകളിൽ കൂടെ ആവി പോകുന്നുണ്ട്. കറി ഇവിടെ കളിക്കുന്നുണ്ട്. ക്ലിയറായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ല. ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ പെട്ടെന്നുള്ള ഒരു ഇതായിരിക്കും. ചിലപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഇതുള്ളൂ കേട്ടോ. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു ഇതായിരിക്കും. പിന്നെ ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു, എന്നിട്ടാണ് പിന്നെ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ഇനി നമുക്ക് ശ്രീകുട്ടിനെ പോയി ഉണർത്തണം. ആദ്യം ഈ കറിയൊക്കെ ഒന്ന് ഞാൻ തളിച്ചിട്ട് മാറ്റി വെക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. കുട്ടീന്ന് ഇപ്പം നല്ല ആവി വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇടട്ടെ. എന്നിട്ട് പിന്നെ ശ്രീകുട്ടിനെ നമുക്ക് ഉണർത്താൻ പോകുന്നുണ്ട്. സമയം 8:30 ആവാനായി. അവൾക്ക് 9:30 ആകുമ്പോൾ ബസ് വരും. അവൾ സാധാരണ 8:30 ആകുമ്പോൾ തന്നെ ഞാൻ എണീപ്പിക്കാറ്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം നേരത്തെ നീച്ച് വരും. അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വെച്ചാൽ സ്കൂളിലെ ദിവസം എത്ര വിളിച്ചാലും നിൽക്കില്ല. പക്ഷേ ശനിയോ ഞായറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നീച്ച് അതിൻ്റെ പിന്നാലുണ്ടാവും ശ്രീകുട്ടിയും കണ്ണനൊക്കെ. അങ്ങനത്തെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഞാൻ ബാക്കി പരിപാടി നോക്കട്ടെ, എന്നിട്ട് ശ്രീകുട്ടി നടത്താൻ പോകാം. ഇപ്പോൾ പുട്ട് റെഡി ആയിന് കേട്ടോ. പിന്നെ അതങ്ങി ഈ ഒരു കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടെങ്കിൽ ഇതും കൂടി ഇടും. ഇത് എന്തായാലും കൊള്ളൂല. പിന്നെ ഇത് നമ്മൾ പച്ചരി കുതിർത്തിട്ട് ഊറ്റി വെച്ചിട്ട് പൊടിച്ചോട്ടോ. ഞാൻ ആദ്യം ഇതന്നെ വാങ്ങൽ നമ്മൾ പൊടി, പാക്കറ്റ് പൊടി. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പം നേരാവുന്നുണ്ട്. പക്ഷേ ആദ്യം ഞങ്ങൾ തറവാട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേഗം ബലം വയ്ക്കും. ഇത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൈകുന്നേരം വരെ ആ സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട് പുട്ടിതാവുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ നല്ല മറക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ പൊടി പൊടിച്ചിട്ട് ഞാൻ തരിക്കാന്ന് വെച്ചാൽ നല്ലോണം ഒരു ഫസ്റ്റ് ട്രിപ്പിൽ ഒരു 3/4 ഭാഗത്തോളം ഇടും. എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം പച്ചരി എടുത്തതിൻ്റെ. എന്നിട്ട് അതൊന്ന് നല്ലോണം പൊടിച്ച് നമ്മൾ പത്തിരിക്ക് പൊടിക്കണ പോലത്തെ അങ്ങനെ പൊടിയാവും. എന്നിട്ട് പിന്നെ പാത്രം ഉണ്ടാവില്ലേ, അതൊന്ന് കുറച്ച് തരിയോടൊക്കെ ഞാൻ പൊടിക്കും. എന്നിട്ട് അതും കൂടി മിക്സ് ആക്കിയിടും. അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. പുട്ട് വൈകുന്നേരം വരെ ആ ഒരു ഇത് സോഫ്റ്റ് കിട്ടും. ചിലപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ആ സോഫ്റ്റ് കിട്ടില്ല. അതാരപ്പറ്റി കണ്ണൻകുട്ടനാ. കണ്ണ് 6 മണി 6:15 ഞാൻ തുടയ്ക്കുമ്പോൾ ഒരു വശം നീച്ച് പോയത് തട്ടിൻ്റെ അടുത്തേക്ക് വന്ന്. അല്ല പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്ന്. ശ്രീമോളെ, ശ്രീകുട്ടിയെ ഡോ ശ്രീ നീച്ച. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. നീച്ചോളൂ മോളെ, ഇന്ന് ന്യൂ ഇയർ അല്ലേ. എണീക്കൂ, 8:30 നീക്കി സ്കൂളിൽ പോകണ്ട. നീച്ചോട് എണീക്കുന്നേ. നോക്കിയാൽ നേരം വൈകിയാൽ എല്ലാത്തിനും നേരം വൈകിട്ടാ. നേരം വൈകിയാലേ എല്ലാത്തിനും നേരം വൈകും. നീച്ചൂടുന്ന് എണീക്ക്. ഞാൻ ഇന്ന് ബ്രെഡ് പൊരിച്ച് തരണ്ട് കേട്ടോ, നെയ്യിൽ. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് തിന്ന് നോക്ക്. പിന്നെ എന്തിലാ വേണ്ടേ? വേറെ എന്തെങ്കിലും റസ്ക് മതിയോ? എന്നാൽ അവിടെ നിന്ന് കിണിയിക്കോ. ആൾക്കാരോട് ചാടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളെ കണ്ണനും പപ്പിയും. അപ്പം ഞാൻ ഇനി പപ്പിക്ക് ചായ ഒക്കെ എടുത്ത് കൊടുക്കട്ടെ. കണ്ണനെ പല്ലിപ്പിക്കണം, സുധേറിന് ചായ കൊടുക്കണം. ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ.
ചെമ്മീൻ കറി വെച്ചിരുന്നു, പിന്നെ ചെമ്മീൻ, പിന്നെ ഇതാ ചിക്കനൊന്നുമില്ല, ചാറ് മാത്രമേ ഉള്ളൂ. ചേച്ചി അവിടെ നല്ല അവർക്ക് ചിക്കനായിരുന്നു, അതിന് ചാറ് മാത്രമേ ഉള്ളൂ. ചാറ് മീൻസ് ഞാൻ ചാറ് എന്നൊന്നും പറയരുത് ഇല്ല കേട്ടോ, കറി മാത്രം, ഗ്രേവി. കണ്ണെന്താ പല്ലേപ്പിച്ചൊരൊന്ന് ചിണുങ്ങിയിരിക്കുകയാണ് കേട്ടോ, മുഖം കൂടി തുടയ്ക്കാൻ സമ്മതിക്കാതെ. ഒന്ന് നോക്കടോ. ഏയ് തെറ്റി കണ്ണൻ തെറ്റി കണ്ണെങ്കിൽ നോക്കൂല. നോക്കടോ, ഈ കണ്ണ് നോക്കിട്ടോ, ഒന്ന് നോക്കുക. ഏയ് നോക്കി കണ്ണാട് തെറ്റിരിക്കുക. ശ്രീകുട്ടി നീച്ചിട്ടില്ല. ശ്രീകുട്ടിനെ ഞാനിങ്ങി അമ്പും വില്ലൊക്കെ എടുത്തിട്ട് ചെല്ലണം. ശ്രീകുട്ടിക്ക് ഇന്ന് നമ്മൾ സ്നാക്സ് ഐറ്റംസ് കൊണ്ടുപോകുന്നത് ബ്രെഡും ജാമുമാണ്. ഞാൻ ഈ ഒരു ബോക്സിൽ കൊള്ളാനിട്ടാണ് അത് പകുതി മുറിച്ചത്. പിന്നെ അതുകൂടാതെ ഞാൻ ബട്ടറിലും ബ്രെഡ് തേച്ചിട്ടുണ്ട്, ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഒന്ന് മതി പറഞ്ഞ്, പിന്നെ ഒന്ന് കണ്ണന് വേണമെന്ന് പറഞ്ഞ്, പിന്നെ ഒന്ന് കണ്ണന് കൊടുക്കട്ടെ, ഒന്ന് ശ്രീകുനും വെച്ച് കൊടുക്കട്ടെ. അപ്പം അങ്ങനെ ഇതാ ശ്രീകു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി മുടി കെട്ടോ, മുടി കെട്ടി കണ്ണെഴുതി പൊട്ട് തൊടണം, അങ്ങനത്തെ പരിപാടികളാണ്. അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നിടയ്ക്ക് എൻ്റെ ഇതിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് സ്റ്റക്കായി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൊന്നും ഞാൻ എടുത്തിട്ട്, പിന്നെ ശ്രീകു പോകണത് മാത്രം, പിന്നെ കണ്ണെഴുതാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ സമയത്താണ് പിന്നെ അപ്പവും സദ്യയൊക്കെ പണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ അവരോടും വർത്തമാനം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടോ, ഞാൻ ബാഗായിട്ട് വരികയാണ്. ശ്രീകുട്ടി അതവിടെ. പിന്നെ മുടി എടുക്കണമെന്നും വീഡിയോ എടുത്തില്ല, എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഫുള്ളായിട്ട്. പിന്നെ കണ്ണനും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീകുട്ടിനെ സ്കൂളിൽ പറഞ്ഞയക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. അങ്ങനെ കണ്ണനെ അംഗനവാടിയിലാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് സാധനമൊക്കെ ആയിട്ട് വരാം കേട്ടോ. സാധനം എന്ന് വെച്ചാൽ അല്ലറ ചില്ലറ സാധനം വാങ്ങാണ്ടിരുന്നു, മമ്പയറൊക്കെ വാങ്ങാണ്ടിരുന്നു. അതും പിന്നെ ചേച്ചിക്ക് ഓയിലും പിന്നെ മല്ലിപ്പൊടി അങ്ങനെ എന്തോ വാങ്ങാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചോറിങ്ങനെ കേട്ടോ നമ്മൾ വാർത്ത് വയ്ക്കുക. പിന്നെ ഉപ്പേരിക്ക് മമ്പയറും ഇടിച്ചക്കയും കൂടിയാണ്. അപ്പം മമ്പയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടില്ല, ഇത് നേരെ കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഇടിച്ചക്ക ഒന്ന് നന്നാക്കണം. പിന്നെ ഇവിടെ പപ്പായ ഉണ്ട്, അതായത് ഓമക്കായ ഉണ്ട്. അപ്പം അതിനെക്കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നോക്കി വെക്കാം എന്താണെന്നറിയാം നമുക്ക്. അങ്ങനെ ചക്ക ഒക്കെ കട്ട് ചെയ്യുക കേട്ടോ. നല്ല വെളുന്നുണ്ടായിരുന്നു. ഞാനാദ്യം ആ സാധനത്തോണ്ടതാക്കി ചകിരിത്തൊക്കെ പുറത്താണ്. അപ്പോൾ പോകാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ ഒരു ഓലക്കൊടി എടുത്തിട്ട് ഇങ്ങോട്ട് ഇതാക്കി. പിന്നെ കയ്യിൽ വെളിച്ചെണ്ണ തേക്കാനും മറന്നു കേട്ടോ. പിന്നെയാണ് എനിക്ക് ഓർമ്മ, അയ്യോ എണ്ണയൊന്നും തേച്ചില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം അങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ ഞാൻ മുറിച്ച് സെറ്റൊക്കെ ആക്കാം കേട്ടോ. ആ തോല് കളയും, പിന്നെ ആ നടുവത്തെ ഇതില്ലേ എന്താ പറയുക, നമ്മൾ ഇതുള്ള സാധനം പശയുള്ള അതും കളയും. എന്നിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കുക കേട്ടോ. അപ്പോഴാണ് പണി ശരിക്കും പാളിയത്. എന്നുവെച്ചാൽ കൈമ ആകെ ഒട്ടിയതായി. അപ്പോൾ ഞാൻ ഈ മുറിക്കുന്ന ഇടയിൽ നമ്മൾ വേഗം വെളിച്ചെണ്ണയൊക്കെ തേക്കുന്നുണ്ട്. മുറിച്ചിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് മുറിക്കൽ ശരിക്കും ഇങ്ങനത്തെ പീസാക്കിയിട്ട് ഇങ്ങനത്തെ പീസാക്കിയിട്ട് ഇത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാവും. ഇതേപോലത്തെ ഇവിടെ കണ്ടില്ല, ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ കഷ്ണമാക്കിയിട്ടോട്ട് വരും. ഞാൻ പിന്നെ ഇത് ഒന്നാകട്ടിട്ട് ഇങ്ങനെ വേവിച്ച് നോക്കട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കയ്യിലുകൊണ്ട് ഇങ്ങനെ അടിച്ച് വയ്ക്കാൻ മതിയല്ലോ വേണമെങ്കിട്ട്. അപ്പോൾ മമ്പയർ ഇവിടെ വിസിലൊക്കെ വന്ന് ഒരു 5-6 വിസിൽ ഞാൻ വെറ്റിച്ച് നോക്കട്ടെ, വെന്തോ നോക്കട്ടെ. എന്നിട്ട് ഇത് രണ്ടും കൂടിയും ഉപ്പും പിന്നെ മുളക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വറുത്ത് ഇടുകയെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. എന്തായാലും അതും കൂടി ആക്കിയിട്ട്
കാണിച്ചു തരാം. അപ്പം നമ്മൾ മമ്പയർ ഇവിടെ നല്ലോണം വെന്ത് കാണിച്ചു തരാം. ചൂടാണ്, വെന്ത് തേണ്. ഈ ചക്കൻ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം വേവിക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് ചക്കിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചില്ല കേട്ടോ. പിന്നെ വെള്ളം ആദ്യം ആ മമ്പയർത്ത വെള്ളം തന്നെയാണ്. ഇനി ഇതൊന്ന് വേവട്ടെ കേട്ടോ. ഇതാ നമ്മളൊരു പപ്പായ കിട്ടിയിട്ടുണ്ട്. ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. ഇതുകൊണ്ട് നമുക്കൊരു അയ്യോ ഇങ്ങനെയല്ല, ഇങ്ങനെ ആയിരിക്കണ്ട. എന്താ അച്ചാർ ഉണ്ടാക്കി വെക്കാം. കുറച്ചെടുത്തിട്ട് കേട്ടോ. ബാക്കിയുള്ളത് കറിക്ക് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ അച്ചാർ. ഈ അച്ചാർ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മാങ്ങ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതാപ്പത്തേക്ക് നമ്മളെ ഇടിച്ചക്ക ഇവിടെ വെന്തിട്ടാ കണ്ടോ. ഉടയണം വെന്ത് ശരിയാണ്. ഇതൊന്ന് ഞാനങ്ങനെ നമ്മളെ ഇടിച്ചക്കനെ ഇടിച്ചക്കനെ നല്ലോണം ഇടിച്ച് പരിവാക്കിയാണ്. നമുക്ക് ഇനി കറിവേപ്പില, കടുക്, പച്ചമുളക് അതിലേക്ക് വറവിട്ടെടുക്കാം. നമ്മൾ അച്ചാർ ഇവിടെ നല്ല തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടില്ല, കാരണം ഇത് നന്നാവുമോ എന്ന് ആദ്യം നോക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി വെക്കാം. ആവി വന്നിട്ട് അങ്ങനെ അതായത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി അതും കുടിക്കുകയാണ്. പിന്നെ 2 ബ്രെഡ് ബാക്കി ഉണ്ടായിരുന്നു. അതും വെണ്ണയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കഴിക്കുകയാണ്. പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ചെമ്മീൻ്റെ ചിക്കൻ്റെ ഇല്ലേ. പിന്നെ സുധിയേട്ടന് ചിലപ്പോഴേ ചോറിനാൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കില്ല. എന്ന് വെച്ചാൽ വെറുതെ തേങ്ങ അരച്ച് വെച്ചിട്ട് ഞാൻ വെറുതെ കൊണ്ട് കളയുക. അപ്പോൾ രാത്രി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും നമുക്കൊന്ന് തട്ടിക്കൂട്ടാമല്ലോ, ആ ഒരു ഇതുകൊണ്ടാട്ടോ. പിന്നെ ചെറുപയർ കറി ഉണ്ട്. എനിക്ക് ചെറുപയർ കറി ചോറും ഇഷ്ടമാണ് നമ്മളങ്ങനെ കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആ ഇടിച്ചക്ക ഉപ്പേരിയും പിന്നെ അച്ചാറും പിന്നെന്താ ഇന്നലത്തെ ചെമ്മീൻ കറിയുണ്ട്. പിന്നെ കുറച്ചേരം അടുത്ത വീട്ടിലത്തെ താത്തമാരെ വീട്ടിലൊക്കെ പോയിട്ട് ഒന്ന് കുറച്ചേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുറേ അവിടെയൊക്കെ പോയിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി തോന്നുന്നു. അപ്പോൾ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ വരിക കേട്ടോ. നല്ല വെയിൽ കണ്ണിക്ക് ഇങ്ങനെ അടിച്ചിട്ട് സൂര്യൻ അടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്കൊക്കെ ഒരു സമാധാനം കിട്ടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സുധിയേട്ടൻ ചോറിന് വന്നു. ഒരു 1:30 കഴിഞ്ഞപ്പോൾ സുധിയേട്ടൻ വന്നു. സുധിയേട്ടൻ ചോറിന് വന്നു. സുധിയേട്ടൻ സിനിമ ഉണ്ട് ചോറിന് കേട്ടോ. അപ്പോൾ ഇപ്പോഴെ പറഞ്ഞപ്പോഴേക്കും ഓർമ്മ എന്നാലും ഞങ്ങൾ ഒടിയൻ സിനിമ ഉണ്ട് കേട്ടോ. ഒടിയൻ സിനിമ ഫുള്ളായിട്ടല്ല, ആ ഒടിയൻ്റെ ഭാഗങ്ങൾ മാത്രം പിള്ളേർക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തേ. അപ്പോൾ സുധിയേട്ടൻ ബാത്റൂമിൽ പോയി. ഞാനപ്പോൾ സൈഡിൽ അവിടെ വിളിച്ചിട്ടുണ്ട്. സുധിയേട്ടൻ കണ്ടില്ല. ഞാൻ ജസ്റ്റ് പേടിപ്പിച്ചേ ഉള്ളൂ. സുധിയേട്ടൻ ആകെ പേടിച്ചു പോയി ഗൈസ്. സുധിയേട്ടൻ ആകെ അന്താളിച്ചത് അപ്പോഴത്തെ എക്സ്പ്രഷൻ കാണണേന്നു. സംഭവത്തിൽ സുധിയേട്ടൻ പേടിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ അറിയില്ല കേട്ടോ. സുധിയേട്ടൻ ആകെ എന്തോ ആയിപ്പോയിണ്. സുധിയേട്ടൻ പറയ്, നിങ്ങൾക്ക് എന്തുണ്ടായതെന്ന അനുഭവം പങ്കുവയ്ക്കുന്നേ. സുധിയേട്ടൻ ഞാനവിടെ നിൽക്കുന്നു. സുധിയേട്ടൻ ഒന്നും പ്രതീക്ഷിച്ചതില്ല. അപ്പോൾ പറയാൻ കാരണം പിള്ളേരവിടെ അകത്തെന്തോ വികൃതി എന്തോ കേട്ടോ. അപ്പം ഞാൻ അവിടെയാണെന്നുള്ള ഇതിലാണ്. അതായത് പെട്ടെന്ന് ഇന്നെ കണ്ടെന്നല്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ച ഉണ്ടാക്കി വന്നപ്പോൾ സുധിയേട്ടൻ എന്നിട്ട് പേടിക്കും ചെയ്ത് അല്ലേ. ഒന്ന് പറയുന്നു, നിങ്ങൾക്കുണ്ടായ അനുഭവം ഒന്ന് പറയുന്നത്. കൊല്ലാൻ നോക്കിന്ന്. ശരിക്കും അങ്ങനെയൊക്കെ നമ്മൾ പേടിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോന്നുണ്ടായില്ലേ. ഞാൻ എന്നിട്ട് പേടിച്ചിട്ടോ. അയ്യോ സുധിയേട്ടൻ എന്താ ഒന്നും ഉണ്ടാകാൻ കിടക്കാണ്. സംഭവം നല്ല പേടിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുധിയേട്ടൻ വർത്താനം പറയാൻ തുടങ്ങി അല്ലേ. സംഭവം സുധിയേട്ടൻ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്നലെ കരച്ചിൽ തന്നെ. സുധിയേട്ടൻ ഉണ്ടാകാതെ ഇങ്ങനെ ഒരു ഇതില്ലാതെ ഇങ്ങനെ നിൽക്കുക. ആ പേടിച്ച ഷോക്കിൽ എന്നിട്ട് കരച്ചിൽ വരികയും ചെയ്യട്ടോ. പിന്നെ ഞങ്ങൾക്ക് സുധിയേട്ടനെ ശരിയാക്കിയിട്ട് ഓരോന്ന് പറഞ്ഞ് ശരിയാക്കിയിട്ടാണ് സംഭവം. എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഇന്നെ കണ്ടതുമില്ല. ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ നമ്മൾ ആ കോണീൻ്റെ ഗ്യാപ്പുണ്ടല്ലോ അവിടെ വിളിച്ചിരിക്കുകയാണ്. കാണാതെ അങ്ങനെ വിളിച്ചിരിക്കുക. ഞാൻ ഒച്ചട്ട അങ്ങോട്ട് ഇതാക്കില്ല. അതും ഓടിയ സിനിമ കണ്ടിട്ട് ആ ഭാഗങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോയതാണ്. ലിവിങ്ങിൻ്റെ ഡൈനിങ്ങത്തെ ഒക്കെ ഓഫാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓഫാക്കിയിടും. റൂമിൽ പിന്നെ നമ്മൾ 0 ലൈറ്റേ ഉള്ളൂ. അപ്പോൾ ആരായാലും പേടിച്ചതല്ലോ സുധിയേട്ടാ.
ആ സൗണ്ടൊക്കെ വന്നല്ലേ ഒടിയൻ്റെ സൗണ്ടിൽ വന്ന്. സുധേട്ടൻ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും സുധേട്ടനെ എതിരായിട്ട് പേടിപ്പിച്ചിട്ടില്ല. തമാശയ്ക്ക് പോലും ഇത് തമാശ തന്നെയാണ്. ഇപ്പോൾ 7 കൊല്ലമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ഇതായിട്ടിട്ട് സുധേട്ടനെ പേടിപ്പിച്ചതൊന്നുമില്ല. ആദ്യമായിട്ട് കിട്ടിയ അനുഭവമാണ് എൻ്റെ അടുത്ത് നിന്ന്. ഞാൻ കഴിക്കട്ടെ. സുധേട്ടൻ അതവിടെ കിടക്കണു. പിന്നെ കറണ്ട് പോയി. സിനിമ ആണെങ്കിൽ കറണ്ട് പോയി. അപ്പം ഞാൻ കഴിക്കട്ടെ. കറണ്ടൊക്കെ വന്ന് സുധേട്ടൻ ഒരു 2:30 കഴിഞ്ഞപ്പോൾ സുധേട്ടനും പോയി. 2:40 ആകുമ്പോൾ പിന്നെ ഇവിടെ കിടക്കണം സോഫയിൽ. ഇനി ഒരു 3:20 ആകുമ്പോൾ കണ്ണനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം ഞാൻ കുറച്ചിറങ്ങി കിടക്കട്ടെ. മുഖത്തേക്ക് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ആ ഭാഗത്തു നിന്ന് കിടന്നത്. അവിടെ നിന്ന് ലൈറ്റ് അടിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് ലൈറ്റ് ഇങ്ങോട്ട് നേരെ കണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കുറച്ചിറങ്ങി കിടക്കട്ടെ. എന്നിട്ട് കണ്ണനൊക്കെ കൂട്ടാൻ പോകണം നമുക്ക്. പിന്നെ നാളെ കണ്ണൻ്റെ അംഗനവാടിയിൽ ന്യൂ ഇയർ പരിപാടി ഉണ്ട്. അപ്പോൾ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ വേണ്ടി പറഞ്ഞു ടീച്ചർ. പിന്നെ ഗിഫ്റ്റും വാങ്ങാണ്ട് എന്നുവെച്ചാൽ ഒരു ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ന്യൂ ഇയർ ഫ്രണ്ടിന് അപ്പം അവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ ടീച്ചർ പ്ലാൻ പറഞ്ഞത്. നാണെങ്കിൽ അതിനുള്ള ഗിഫ്റ്റ് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങും വേണം ഓൻ്റെ ന്യൂ ഇയർ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം കിടക്കണം. അങ്ങനെ ഇതാ കണ്ണനെ അംഗനവാടിയിൽ നിന്നൊക്കെ കൂട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ അംഗനവാടി കഴിഞ്ഞ് കടയും കഴിഞ്ഞിട്ട് പോകുമ്പോൾ കണ്ണന് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കുറുമ്പിടിച്ചപ്പോൾ അങ്ങനെ റിട്ടേൺ കടയ്ക്ക് വന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി പോവുകയാണ് കേട്ടോ. കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഇതാ ഭക്തിഗാനം വയ്ക്കാൻ വേണ്ടിയിട്ട് TV ഓണാക്കിന്. പിന്നെ സുധേട്ടൻ എന്താ ഇവിടെ വേറെ എന്തോ ഒരു മെക്കാനിക് പണിയിലാണ്. ഇതാ കട്ടറിൻ്റെ എന്തൊക്കെയോ ശരിയാക്കണം. പിന്നെ എനിക്ക് കുറച്ച് പുറത്ത് പണികളുണ്ടായിരുന്നു, അടിച്ചാറുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയൊക്കെ തീയിട്ട് കത്തിച്ചു. നമ്മളെ റോഡിൻ്റെ സൈഡൊക്കെ. അപ്പം നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയില്ലേ? ഇല്ലയെന്നോ? ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇതാക്കാം. പിന്നെ ചായ ഒക്കെ ശ്രീകുട്ടിയും കണ്ണനും വന്നപ്പോൾ ബിസ്ക്കറ്റ് കണ്ണ അംഗനവാടി ഇട്ട് വരുമ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ചായയുടെയൊക്കെ ഇതാക്കി. ഇന്നൊക്കെ ഈ വർഷത്തെ നമ്മൾ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എന്നാൽ നമുക്ക് നാളെ, അതായത് പുതിയ വർഷത്തിൽ ഇങ്ങനെ കാണാം. എന്നൊക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.